ഇന്ത്യയിൽ ആദ്യമായിട്ട് സംസ്ഥാന സർക്കാർ ആശുപത്രി ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ടി കെ ജയകുമാറിനാണ് സർക്കാർ ആശുപത്രി ഡോക്ടർമാർക്കുള്ള പുരസ്കാരത്തിന് അർഹനായത്. അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞപ്പോൾ മനോജ് വെള്ളനാട് ഒരുപാട് വാചാലനായിരുന്നു. അതിൽ തന്നെ പക്ഷേ ഡോക്ടർ ജയകുമാറിൻ്റെ മഹത്വം നമ്മൾക്ക് മനസ്സിലാവും. ഹൃദയം മാറ്റിവെക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടുകേഴ്വിയേ ഉള്ളൂ ഒരു കാലത്തൊക്കെ. അപ്പോൾ ഒരു ഹൃദയം മാറ്റിവെക്കാൻ ഒരു രോഗിയോട് പറയുമ്പോൾ എനിക്ക് എന്താ പറയുക, ഞാൻ എൻ്റെ ഹൃദയം എടുത്തു തരും, അല്ലെങ്കിൽ ചങ്കെടുത്ത് കാണിച്ച ചെമ്പരത്തി പൂവാണെന്നൊക്കെ നമ്മൾ എന്ത് നിസ്സാരമായിട്ടാണ് പറയുന്നത്. ചങ്ക് എടുത്ത് നോക്കിയാലല്ലേ അറിയുള്ളൂ എൻ്റെ കാര്യം. അപ്പോൾ നമ്മൾ പലരും നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ വല്ല മൃഗങ്ങളുടെയൊക്കെ കണ്ടതല്ലാതെ മനുഷ്യൻ്റെ ഹൃദയമൊന്നും നമ്മൾ അടുത്ത് കണ്ടിട്ടുണ്ടാവുന്ന ഡോക്ടർമാരല്ലാതെ വേറെ ആരും. വേണമെങ്കിൽ ഒരു ഓപ്പറേഷൻ കാണാൻ വേണ്ടി ഒരു ആങ്സൈറ്റോ ഒരു എക്സൈറ്റ്മെൻറ്റോ കൊണ്ടുപോയി കാണുന്നവരല്ലാതെ ഇങ്ങനെ കയ്യിലിരിക്കുമ്പോൾ ഇത് തുടിക്കുന്നുണ്ടാവുമല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ ജീവനോടെ നമ്മൾ എല്ലാവരും ഇരിക്കുന്ന ആൾക്കാരുടെ ഹൃദയങ്ങളെല്ലാം തുടിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഹൃദയത്തിനെ കുറച്ചു നേരം, എനിക്ക് തോന്നുന്നത് ഹൃദയത്തിനെ മരിപ്പിച്ചിട്ടായിരിക്കണം കുറേ നേരം ഇത് മാറ്റിവെക്കുന്നത്, അല്ലേ ഡോക്ടറെ? അതെ, പൂർണ്ണമായിട്ടും നമ്മൾ എന്നിട്ടത് വേറെ അത് മുറിച്ചു മാറ്റിയിട്ട് വേറെ ഹൃദയത്തിലേക്ക് എടുത്തു വയ്ക്കുന്ന ആ പ്രക്രിയ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ സമയത്ത് 2 രോഗികളും, എടുക്കുന്ന ആൾ ഏതായാലും മരിക്കാനുള്ളതാണ്, പക്ഷെ വെക്കാനുള്ള ആളും അതേപോലെ അയാളുടെ ഉള്ള ഹൃദയവും മുറിച്ചു മാറ്റുന്നുണ്ട്. അല്ല, എത്രത്തോളം എടുക്കുന്നു, എന്ത് ഭാഗങ്ങളാണെന്നും എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല. പക്ഷെ അത് നമ്മൾ സങ്കല്പിച്ച് നോക്കിയാൽ അതിന് കൈവിറയ്ക്കാതെ ചെയ്യുന്ന ഒരു ചെറിയ കൈപ്പിഴ പോലും ഒരു ജീവൻ നഷ്ടപ്പെടുത്തി കളയാം. ഒരു കൈപ്പിഴ, ഒരു വിറവൽ, ഒരു തുമ്മൽ, ഒരു ദീർഘശ്വാസം പോലും നമ്മുടെ പ്രിസിഷൻ മാറിപ്പോകും. അത്രത്തോളം സൂക്ഷിച്ച് ജീവൻ തയ്ച്ചു കയറ്റുന്ന വലിയ വലിയ സാഹസികരാണ് ഈ ഡോക്ടർമാർ. എല്ലാത്തരം ശസ്ത്രക്രിയയും ഞാനിങ്ങനെ പറഞ്ഞു. പക്ഷേ ഹൃദയം എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമല്ലേ? ഹൃദയമില്ലെങ്കിലില്ല. ഹൃദയമില്ലാത്ത മനുഷ്യരുണ്ട്, പക്ഷേ ഹൃദയം പ്രവർത്തിക്കാത്ത മനുഷ്യനായിട്ട് ജീവിച്ചിരിക്കാൻ പറ്റില്ല. ഇത് 12 പേർക്ക് ഹൃദയം മാറ്റിവെച്ച, സാധാരണ നമ്മുടെ ഈ സർക്കാർ ആശുപത്രികളിൽ ആളുകൾ പോകുന്നില്ല, പ്രൈവറ്റ് ആശുപത്രിയിലേ പോകുള്ളൂ, അവിടെയൊന്നും ഹൃദയം മാറ്റിവെക്കാൻ പറ്റില്ല, ഇവർ ഹൃദയം എടുത്ത് മാറ്റി വെച്ചിട്ട് 2 ദിവസം കിടന്നുറങ്ങുമോ, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരാണ്. പക്ഷേ അതൊന്നും സത്യമല്ല കേട്ടോ. നമ്മൾ പ്രൈവറ്റ് ആശുപത്രിയിൽ പോകുന്നതും സൗകര്യത്തിന് വേണ്ടി പോകുന്നതെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് സൗകര്യക്കുറവൊന്നും മറ്റ് ഹോസ്പിറ്റലിലോ ഡോക്ടർമാരുടെ ചികിത്സയിലോ ഒന്നും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഞാനും ഇത് ഒരു തൊഴിൽ ചെയ്യുന്ന ആളാണ്. എന്നെ ഒരു സിനിമയ്ക്ക് ബുക്ക് ചെയ്യാമെന്ന ആളോട്, അല്ലെങ്കിൽ ആൾക്ക് ഞാൻ അഭിനയം കുറച്ച് കളയും, ഞാൻ ഉഴപ്പിക്കളയുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല, ഞാൻ അങ്ങനെ ചെയ്യാറുമില്ല. എനിക്കങ്ങനെ ഒരു റെക്കമെൻഡേഷൻ, നമ്മുടെ സുഹൃത്താണ് അതിൻ്റെ പ്രൊഡ്യൂസർ, നിങ്ങൾ നന്നായിട്ടൊന്ന് അഭിനയിച്ച് കൊടുത്തേക്കണേ എന്നൊന്നും പറയേണ്ട കാര്യം എന്നോടില്ല. എൻ്റെ ജോലിയാണ്, അതിനെ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്യും. അത് തന്നെയാണ് എല്ലാ ഡോക്ടർമാരും ചെയ്യുന്നത്. അപൂർവം 1-2 മനുഷ്യരല്ലേ, എല്ലാ തരത്തിലുള്ള ആളുകളുണ്ടാവില്ലെന്നല്ല. പക്ഷേ ഏറ്റവും ഭൂരിഭാഗമല്ല, ഏറ്റവും കൂടുതൽ ആളുകളും നല്ല ആളുകളാണ്, നല്ല ഡോക്ടർമാരാണ്. ഡോക്ടറാകാൻ വന്ന ആൾ ഇത് സ്മഗിൾ ചെയ്യാനോ കള്ളക്കടത്ത് നടത്താനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ ഒന്നുമല്ലല്ലോ ഡോക്ടറായത്. ചികിത്സിക്കാനല്ലേ. അവർ ചികിത്സിക്കുക തന്നെ ചെയ്യും. ചികിത്സിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഡോക്ടറാകുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ആക്ടർ എന്ന നിലയിൽ അഭിനയിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു എൻജോയ്മെൻറ്റും ഇല്ല. അതുപോലെ തന്നെയാണ് ഡോക്ടർക്കും. ചികിത്സയ്ക്ക് ഇപ്പോൾ സർജനാണെങ്കിൽ സർജറി ചെയ്യുന്നത് തന്നെയാണ് അയാൾക്ക് ഏറ്റവും വലിയ ആനന്ദം. രാവിലെ ഉറങ്ങുമ്പോഴും കിടക്കുമ്പോഴും വൈകിട്ട് ജോലി കഴിഞ്ഞ് വരുമ്പോഴും ഇതിനെപ്പറ്റി ചിന്തിക്കുകയോ അല്ലെ അതിനെക്കുറിച്ച് എന്തെങ്കിലും പഠിക്കുകയോ തന്നെ ആയിരിക്കും ഈ ഡോക്ടർ ചെയ്യാൻ. ഞാൻ പറയുന്നത് തെറ്റുണ്ടോ? ഉണ്ടോ? അതുപോലെയാണ് ഏത് തൊഴിലിനും. അദ്ദേഹം തന്നെയാണ് ഈ അവാർഡിന് അർഹൻ. ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. വളരെ സന്തോഷം. ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ ആശുപത്രിയിൽ ഒരു ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയത് ഒരു മലയാളിയാണ്. ഡോക്ടർ ടി കെ ജയകുമാർ. ചരിത്രം കുറിച്ച നേട്ടമുണ്ടായത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ.
2015 സെപ്റ്റംബറിലായിരുന്നു അത്. തുടിക്കുന്ന 1 ഡസൻ ഹൃദയങ്ങൾ ആ കൈകൾ കൊണ്ട് വിജയകരമായി നെഞ്ചിൽ നിന്ന് നെഞ്ചിലേക്ക് മാറ്റിവെച്ചു കഴിഞ്ഞു. ഈ ഡോക്ടർക്ക് ഇതൊരു പ്രതിജ്ഞാപാലനം. ജോലി തീരാൻ വല്ലാതെ വൈകിയാൽ ആശുപത്രിയിൽ തന്നെ ഉറങ്ങും. പലപ്പോഴും 2-3 മണിക്കൂർ മാത്രം ഉറക്കം. രാവിലെ വീട്ടിലെത്തി 20 മിനിറ്റ് യോഗ. കുളിച്ച് പ്രാതൽ കഴിച്ച് വീണ്ടും ആശുപത്രിയിലേക്ക്. മിക്ക ദിവസവും ആ ഒരു നേരത്തെ ഭക്ഷണമേ വീട്ടിൽ നിന്ന് കഴിക്കൂ. 1 വർഷം 2000-ലേറെ ഹൃദയങ്ങൾക്ക് പരിചരണം. ഡോക്ടർ ജയകുമാറിന്റെ പ്രൊഫഷണൽ നേട്ടങ്ങൾ അത്ഭുതാവഹമാണ്. ഡോക്ടറുടെ നേതൃത്വത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജ് പിന്നിട്ട മികവിന്റെ പടവുകൾ അവിശ്വസനീയവും. അതിവിദഗ്ധ ശസ്ത്രക്രിയകളിലെ അത്ഭുതകരമായ മികവ് എങ്ങനെ കിട്ടിയെന്ന് ചോദിക്കൂ. കുട്ടിക്കാലത്ത് വയലിൽ ഉഴുതിട്ടുണ്ട്, ഞാറ് നട്ടിട്ടുണ്ട്, ചെയ്യുന്നത് നന്നായി ചെയ്യാൻ അന്നേ ശ്രദ്ധിച്ചു എന്നായിരിക്കും ജയകുമാർ ഡോക്ടറുടെ ഉത്തരം. മസ്തിഷ്ക മരണം വന്ന ആളിൽ നിന്ന് ഒരു ഹൃദയം പറിച്ചെടുത്ത് മറ്റൊരു മനുഷ്യന് വെച്ച് പിടിപ്പിക്കുന്നത് ശസ്ത്രക്രിയയല്ല, പ്രാർത്ഥനയാണ് എന്നും ഡോക്ടർ പറയും. ചികിത്സയെ കൃഷിയായി കാണുന്ന കർഷകപുത്രൻ, പ്രാർത്ഥനയായി കാണുന്ന ദൈവജ്ഞൻ. ഞങ്ങളുടെ വികാരഭരിതമായ സ്നേഹാദരങ്ങൾ. മനുഷ്യൻ ആർജിക്കാനാവുന്ന വൈദഗ്ധ്യം മുഴുവൻ സ്വാംശീകരിച്ച ഈ വിരലുകൾക്ക്. എന്റെ അടുത്ത് വരുന്ന ഒരു രോഗിയും പണമില്ലാത്തതിനാൽ കണ്ണീരോടെ മടങ്ങരുത് എന്ന 28 കൊല്ലം മുമ്പത്തെ പ്രതിജ്ഞ അക്ഷരാർത്ഥത്തിൽ പാലിക്കുന്ന ഈ മനുഷ്യ സ്നേഹത്തിന് സമ്പന്ന രാജ്യങ്ങളിൽ നിന്നുള്ള വിമോഹകമായ ഓഫറുകൾ നിരസിച്ച് ജന്മനാട്ടിൽ സർക്കാർ ആശുപത്രിയിൽ നാട്ടുകാരുടെ ഡോക്ടറായി ജീവിക്കുന്ന ഈ മഹാത്യാഗത്തിന് മികച്ച സർക്കാർ ഡോക്ടർക്കുള്ള കൈരളി TV പുരസ്കാരം ഡോക്ടർ TK ജയകുമാറിന്. കൈരളി TV ചെയർമാൻ ശ്രീ പത്മഭൂഷൺ മമ്മൂട്ടി അവർ, ആദരണീയനായ കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീ മുരളീധരൻ സർ, ശ്രീ ജോൺ ബ്രിട്ടാസ് MP, വേദിയിലുള്ള ഏറ്റവും ആദരണീയമായ വ്യക്തിത്വങ്ങളെ, അതുപോലെ തന്നെ ഈ സദസ്സിലുള്ള വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, വളരെയധികം സന്തോഷമുണ്ട് കൈരളി TVയുടെ ഈ ഒരു അംഗീകാരം കിട്ടിയതിൽ. ഇത് നമ്മളുടെ ഡോക്ടർ സമൂഹത്തിന് പൊതുവായുള്ള ഒരു അംഗീകാരവും, അതുപോലെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ എന്നോടൊപ്പം
വർക്ക് ചെയ്യുന്ന എൻ്റെ ഫുൾ ടീം അംഗങ്ങൾക്കുമുള്ള ഒരു അംഗീകാരമായി കണക്കാക്കി ഞാൻ ഇത് ഏറ്റുവാങ്ങുന്നു. അതിനുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ജഗദീശ്വരനോടും മാതാപിതാക്കളോടും എൻ്റെ അധ്യാപകരോടും, എൻ്റെ ഗോപാലകൃഷ്ണൻ സാറൊക്കെ ഇവിടെയുണ്ട്, അധ്യാപകരോടും അതോടൊപ്പം എൻ്റെ ഫാമിലിയോടും ഉള്ള നന്ദിയും കൂടി, സുഹൃത്തുക്കളോടുമുള്ള നന്ദിയും കൂടി അറിയിക്കാൻ ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരിക്കൽ കൂടി നന്ദി ഡോക്ടർ ടി കെ ജയകുമാർ.